നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മളെല്ലാവരും കണ്ടു, ബഡ്ജറ്റിൻ്റെ അപ്ഡേറ്റുകളെല്ലാം തന്നെ വന്നു. മാർക്കറ്റിന് ലോങ് ടൈം നിക്ഷേപം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് എല്ലാം തന്നെ ഉയർത്തിയ രീതിയിലാണ് ഉള്ളത്. കൂടാതെ തന്നെ എഫ്&ഒയുടെ STT ചാർജും വർദ്ധിപ്പിച്ചിരുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത്ര ഭീകരമായിട്ടുള്ള നെഗറ്റീവായിട്ട് റിയാക്റ്റ് ഒന്നും ചെയ്ത് കണ്ടില്ല. നിഫ്റ്റി ഫോളായി. എന്നാൽ ഇൻട്രാഡേ ലോയിൽ നിന്ന് ഏകദേശം ഒരു 400 പോയിൻറ്റിൻ്റെ റിക്കവറിയാണ് നിഫ്റ്റിയിൽ കണ്ടത്. ബാങ്ക് നിഫ്റ്റി 500 പോയിൻറ്റ് ഇടിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ സീവിയർ ഫോളിലേക്കൊന്നും സ്റ്റിൽ മാർക്കറ്റ് പോയിട്ടില്ല. മാർക്കറ്റ് 24,500 താഴെയാണ്. സ്വാഭാവികമായ രീതിയിൽ 24,500 750 അല്ലെങ്കിൽ 25,000 മേജർ റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ തന്നെ ആക്ട് ചെയ്തേക്കാം. സപ്പോർട്ട് സോണുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കില്ല. ഓപ്പൺ ഇൻട്രസ്റ്റ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസും ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ്. അത്ര വലിയ രീതിയിൽ റിയാക്ട് ചെയ്യട്ടുമില്ല. ഇന്നലെ FMCG സെക്ടറാണ് നിഫ്റ്റീനെ വലിയൊരു ഇടിവിൽ നിന്ന് രക്ഷിച്ചത്. ടാറ്റ കൺസ്യൂമർ, ITC, HUL തുടങ്ങിയ FMCG സെക്ടറുകൾ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തി. ITC 5%. കൂടാതെ തന്നെ ടൈറ്റാൻ ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ടാക്സ് കുറയ്ക്കുന്നത് കൊണ്ട് ടൈറ്റാൻ ഏകദേശം ഒരു 7% റാലിയും രേഖപ്പെടുത്തി. അതെല്ലാം തന്നെ നിഫ്റ്റി 50യിൽ വെയിറ്റേജുള്ള കമ്പനീസ് തന്നെയാണ്. ഇന്ന് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ആക്സിസ് ബാങ്ക്, L&T, SBI ലൈഫ്, ഫെഡറൽ ബാങ്ക്, IEX, JK പേപ്പർ തുടങ്ങിയ മേജർ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ റിസൾട്ടും വരും. FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 2,975 കോടി രൂപക്ക് സെല്ല് ചെയ്തിരുന്നു. DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,419 കോടി രൂപക്ക് ബൈ നടത്തിയിരുന്നു. അതായത് മാർക്കറ്റ് നിഫ്റ്റി ഇടിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് DIs ആണ്. DIs കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സെല്ലിംഗ് മോഡലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴാണോ ഇടിഞ്ഞത്, എപ്പോഴാണ് മാർക്കറ്റിന് DIsൻ്റെ ഒരു ആവശ്യം വന്നത്, ആ ഒരു ദിവസം കൃത്യമായിട്ട് DIs ആക്ട് ചെയ്തിട്ട് ബൈയിങ് നടത്തി മാർക്കറ്റിനെ ഫോളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലായിരുന്നെങ്കിൽ നിഫ്റ്റി ഏകദേശം ഒരു 400 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് നമ്മൾ ഇന്നലെ കണ്ടേനെ. അത് കണ്ടില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം യൂറോപ്യൻ മാർക്കറ്റിൽ ജർമ്മൻ മാർക്കറ്റ് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഫ്രാൻസും UKയും റെഡിലടച്ചു. US മാർക്കറ്റിൽ ഡോയും നാസ്ഡാക്കും എല്ലാം തന്നെ റെഡിലടച്ചു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ അത്ര സീവിയർ ഫോളൊന്നും കണ്ടില്ല. സ്വാഭാവികമായി കാണുന്ന 0.5%, 1% ഫോൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റാണ്. നമുക്കറിയാം ഗ്യാപ്പ് അപ്പ് വരാനായിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് വലിയ ഗ്യാപ്പ് അപ്പ് ഒന്നും വരില്ല. ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഫ്ലാറ്റോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിന് നിൽപ്പ്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1,600 പോയിൻറ്റ് ഇടിഞ്ഞ് 65,000, ബ്രന്റ് ഓയിൽ 81, ഗോൾഡ് 2,408, ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ, ഈവൻ ഡോ ഫ്യൂച്ചറും ഇടിവിലാണ്. ഇന്ത്യ വിക്സ് തന്നെ 17% ഇടിഞ്ഞ് 17.74 ഡാക്സ് കാണാം. ആകെ ഗ്രീനിലുള്ളത് ഡാക്സ് മാത്രമാണ്, ജർമ്മൻ മാർക്കറ്റാണ്. മറ്റുള്ള ഫ്രാൻസ്, UK, ഡോ, നാസ്ഡാക്ക് എല്ലാം തന്നെ ഇടിവിലാണ്. ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനി. ഇൻഫോസിസ് ആക്ച്വലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കൂടാതെ തന്നെ ഡോക്ടർ റെഡ്ഡി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ബാക്കിയുള്ള എല്ലാ കമ്പനീസും സ്ലൈറ്റ്ലി ഒന്ന് ഇടിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. അല്ലാതെ ഭീകരമായിട്ടുള്ള ഇടിവൊന്നും സ്റ്റിൽ നമ്മൾക്ക് ഇല്ല. കുറച്ച് സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് വരാം. ബജാജ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 3,912 കോടി രൂപയാണ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 8,365 കോടി രൂപയാണ്. അപ്പോൾ ഇയർ ഓൺ ഇയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 13%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നെറ്റ് പ്രോഫിറ്റ് 13-24% കറസ്പോണ്ടിങ്ങിലി ലഭിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് എസ്റ്റിമേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. വേദാന്ത കമ്പനി ജൂലൈ 26-ന് അവർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബോർഡ് മീറ്റിംഗ് അവർ കൂടും. യുണൈറ്റഡ് സ്പിരിറ്റ്സ് കമ്പനി 477 നിന്ന് 485 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ്. ICC പ്രൊഡൻഷൻ കമ്പനി ഇൻഷുറൻസ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്ന് 225 കോടി രൂപ കരസ്ഥമാക്കി. നെറ്റ് പ്രീമിയം 12% ഉയർന്നു. ടോറൻറ്റ് ഫാർമ നെറ്റ് പ്രോഫിറ്റ് 21%, റവന്യൂ 10% ഉയർന്നു. സ്കാഫേഴ്സ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3.5% ഉയർന്നു, റവന്യൂ 15% ഉയർന്നു. തൈറോ കെയർ നെറ്റ് പ്രോഫിറ്റ് 38% ഉയർന്നു, റവന്യൂ 16% ഉയർന്നു. AGS ട്രാൻസാക്ട് കമ്പനി 6 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ടിറ്റാഗ്രാഹ് റെയിൽ കമ്പനി ഇറ്റലിയിൽ നിന്ന് ഒരു ഓർഡർ അവർക്ക് ലഭിച്ചു. കിംസ് കമ്പനി രാജലക്ഷ്മി ഹെൽത്ത് കെയറിനെ അക്യൂർ ചെയ്യാനായിട്ടുള്ള തീരുമാനം കമ്പനി എടുത്തു. DCM ശ്രീരാം കമ്പനി
56 കോടി രൂപയിൽ നിന്ന് 100 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസ് UVC ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈനപ്പ് ചെയ്തു. ബജൽ പ്രൊജക്റ്റിന് 586 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഡോക്ടർ റെഡ്ഡി കമ്പനി ബോർഡ് മീറ്റിംഗ് ജൂലൈ 27 കൂടും. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന തീരുമാനം അന്നെടുക്കും. പരാഗ് മിൽക്ക് കമ്പനി 21 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട് കമ്പനി. ഇനി നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ ജോയിൻ ചെയ്യുക. മറ്റുള്ള അപ്ഡേറ്റ്സുകൾ, മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ ലഭിക്കും. കൂടാതെ തന്നെ നമ്മളുടെ റിസൾട്ട്, കലണ്ടറും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ ടാബിലുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന മാർക്കറ്റ് ഒരു ചെറുതല്ല വലിയൊരു നെഗറ്റീവ് ന്യൂസ് വന്ന ഒരു അവസ്ഥ. അതുമാത്രമല്ല, ഇനി നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് സംസ്ഥാന ഇലക്ഷനുകളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ ബഡ്ജറ്റിൽ കണ്ടത് ബീഹാർ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇലക്ഷൻ, ഈ മുന്നോട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു യാത്ര അടുത്ത ഒരു 3-4 വർഷത്തേക്ക് നെഗറ്റീവാണെന്ന് പറയാൻ ഞാൻ ആളല്ല, പോസിറ്റീവ് ആണെന്ന് പറയാനും ഞാൻ ആളല്ല. പക്ഷേ കുറച്ച് ക്രൂഷ്യലാണെന്ന് വളരെ ചെറിയൊരു കോമൺ സെൻസോട് കൂടിയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സംസ്ഥാന ഇലക്ഷനുകൾ വരുന്നുണ്ട്. പഴയ പോലെയല്ല കാര്യങ്ങൾ. ഈവൻ ബഡ്ജറ്റിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടു. അപ്പോൾ സഖ്യ കക്ഷികൾക്ക് അവരുടേതായിട്ടുള്ള പരിഗണന കൊടുത്താണ് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുകയുള്ളൂ. ഇലക്ഷനുകളെല്ലാം തന്നെ ആ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യപ്പെടും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് തന്നെ വിപണിയെ സമീപിക്കുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് എടുത്താം. താങ്ക് യു.